ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-4 ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ വിനീത് മംഗലത്ത്. 2026 വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. എന്റെ ആസ്ട്രോളജി ചാനൽ MS-4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോകുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2026 ജൂൺ മാസം 2-ാം തീയതി, അതായത് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവം 19 ചൊവ്വാഴ്ച ദിവസം, മൂലം നക്ഷത്രം, അന്ന് വെളുപ്പിനെ 1:48 AM മിഥുന രാശിയിൽ നിൽക്കുന്ന വ്യാഴം കർക്കടക രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നത്. കർക്കടക രാശി വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. വ്യാഴം നല്ല പവറിൽ നിൽക്കുന്ന രാശിയാണ് കർക്കടക രാശി. അതുകൊണ്ട് തന്നെ ചില നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയവും ചില നക്ഷത്രക്കാർ ദൈവാധീനം ആർജിച്ചെടുക്കേണ്ട സമയം കൂടിയാണ് വരാൻ പോകുന്നത്. ഒരു രാശിയിൽ ഒരു വർഷമാണ് വ്യാഴം തുടരുന്നത്. കർക്കിടക രാശിയിൽ അതുകൊണ്ട് തന്നെ 12 വർഷത്തിന് ശേഷമാണ് വ്യാഴം എത്തിച്ചേരുന്നത്. നിങ്ങളുടെ ജനന സമയത്തുള്ള, അതായത് ഗ്രഹനിലയുടെ ഭാവം നോക്കിക്കൊണ്ട് അതിനകത്ത് വ്യാഴം ഏത് പൊസിഷനിലാണ് വരുന്നത് എന്ന് നോക്കി ഉചിതമായിട്ടുള്ള വഴിപാടുകൾ കാര്യങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഉന്നമനം നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ കർക്കിടക രാശിയിലേക്ക് വരുന്ന വ്യാഴം മീന രാശിയിലേക്ക് ദൃഷ്ടി വരുന്നത് കൊണ്ട് തന്നെ ശനി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറി ശനിയുടെ അനുഗ്രഹം പ്രതീക്ഷിക്കാവുന്നതുമായിട്ടുള്ള സമയം കൂടിയാണ് വരാൻ പോകുന്നത്. അപ്പം ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലം നമുക്ക് നോക്കാം. ഈ വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട ഫലം നമുക്ക് നോക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് 8-ാം ഭാവാധിപനും 11-ാം ഭാവാധിപനുമായ വ്യാഴം 3-ാം ഭാവത്തിലേക്കാണ് സംക്രമിക്കപ്പെടുന്നത്. അതായത് അഷ്ടമ സ്ഥാനാധിപനും ലാഭനഷ്ട സ്ഥാനത്തെ അധിപനുമായ വ്യാഴം 3-ാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നത് ധൈര്യം വീര്യം ച ദുർബുദ്ധി സഹോദര പരാക്രമോ ദക്ഷിണകർണ സഹായോ ച ചിന്തനീയം ഹി തൃതീയത. ഇതാണ് 3-ാം ഭാവം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരായ കാർത്തിക 1/4 ഭാഗം, രോഹിണി, മകൈരം പകുതി, ഇടവക്കൂർ നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്ക് വളരെ നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നവർക്കും, അതുപോലെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്കും ജോലി അന്വേഷിക്കുന്നവർക്കും നല്ല സമയമായിരിക്കും വരാൻ പോകുന്നത്. 3-ാം ഭാവം, സഹോദര സ്ഥാനം നല്ലതാണ്. സഹോദര സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന നല്ല സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ സംസാരം പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ ആയിട്ടുള്ള അങ്ങനെ സംസാര സംബന്ധമായിട്ടുള്ള ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ അങ്ങനെയുള്ള സാധ്യതകൾ ചിലപ്പോൾ കാണിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രാഷ്ട്രീയ മേഖലകളിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. അതുപോലെ ജേർണലിസം, പ്രഭാഷകർക്കൊക്കെ നല്ല സമയമാണ്. അതിലെല്ലാം നല്ല രീതിയിൽ ഷൈൻ ചെയ്യാൻ പറ്റിയ സമയമായിരിക്കും ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള സമയം. പക്ഷെ സംസാരത്തിൽ നിങ്ങൾ ആ ഒരു മിതത്വ ഭാവത്തിൽ പോകുകയാണെങ്കിൽ ശത്രു തടസ്സങ്ങളെല്ലാം മാറ്റി നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുന്ന സമയമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. ജോലിയിൽ കാര്യമായ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന സമയം. പ്രത്യേകിച്ച് ട്രാൻസ്ഫർ സംബന്ധമായിട്ടുള്ള റിക്വസ്റ്റ് കൊടുത്തവർക്കും ഇൻക്രിമെന്റ് സംബന്ധമായിട്ടുള്ള അങ്ങനെ നിവേദനം കൊടുത്തവർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയം ആണ് വരാൻ പോകുന്നത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് പുതിയതായിട്ടുള്ള ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നവർക്കും ബിസിനസ് റിലേറ്റഡ് എക്സ്പാൻഷൻ കാര്യങ്ങൾക്കൊക്കെ തീരുമാനിക്കുന്നവർക്കും ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റിയ വളരെ അനുകൂല സ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതുമായിട്ടുള്ള സമയമാണ് വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുന്ന നല്ല സമയം. അതുപോലെ തന്നെ അഷ്ടമാധിപനായ വ്യാഴം 3-ാം ഭാവത്തിൽ, അഷ്ടമ സംബന്ധമായിട്ടുള്ള അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വ്യാഴം മാറ്റിത്തരുന്നതാണ്.
മഹാവിഷ്ണുവിന്റെ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. വ്യാഴത്തിന്റെ ദൃഷ്ടി മീനം രാശിയിൽ വരുന്നത് കൊണ്ട് തന്നെ ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ മാറി ശനി അനുഗ്രഹ സ്ഥാനത്തേക്ക് വരുന്നതുമാണ്. ദിവസവും വ്യാഴ മന്ത്രം ജപിക്കുക. ദേവാനാഞ്ച ഋഷീനാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിയും. അതുപോലെ തന്നെ ശനീശ്വര മന്ത്രം ദിവസവും ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ദൈവാധീനമുള്ള സമയമാണ് വരാൻ പോകുന്നത്. കുടുംബത്ത് ശാന്തിയും സമാധാനവും ഐശ്വര്യം നിലനിൽക്കുന്ന നല്ല സമയം. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുൻപോട്ട് പോകേണ്ടതാണ്. അതുപോലെ വിവാഹം അങ്ങനെ വിവാഹ മോചന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ പോകുന്നവർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല രീതിയിൽ കുടുംബപരമായിട്ടുള്ള ഐശ്വര്യം തിരിച്ച് ആർജിച്ചെടുക്കാൻ സാധിക്കുന്നതുമാണ്. അങ്ങനെയുള്ള കുടുംബ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ മാറി നല്ല രീതിയിൽ മുൻപോട്ട് നയിക്കുന്ന നല്ല ദൈവാധീനം കിട്ടുന്ന സമയം കൂടിയാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് കാണിക്കുന്നത്. അങ്ങനെ ഏറെക്കാലമായിട്ട് അങ്ങനെ പിണങ്ങി നിന്ന അങ്ങനെ ദമ്പതികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. അതുപോലെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിലും വിദേശത്ത് ഹയർ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് പോകാൻ പ്ലാൻ ചെയ്യുന്നവർക്കും നല്ല സമയമാണ് വരാൻ പോകുന്നത്. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി, നല്ല കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ല സമയം. ഇത്രയുമാണ് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഈ വ്യാഴമാറ്റം അനുകൂല സ്ഥാനത്തേക്ക് വരുന്നത്. സംസാരത്തിലുള്ള പാളിച്ചകൾ നിമിത്തം ചിലപ്പോൾ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ദിവസവും വ്യാഴ മന്ത്രം ജപിക്കുക. അതുപോലെ മാസത്തിൽ ഒരിക്കൽ വിഷ്ണു ഭഗവാന് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പാൽപായസം വഴിപാട് നടത്തുന്നത് വളരെ ഉത്തമമാണ്. പറ്റുമെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും തുളസിമാല സമർപ്പിക്കുന്നതും മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും നെയ്വിളക്ക് വഴിപാടായിട്ട് കൊടുക്കുന്നതും വളരെ ഉത്തമമാണ്. ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നതും തൃക്കൈ വെണ്ണ വഴിപാടായിട്ട് നൽകുന്നതും നല്ല രീതിയിലുള്ള ദൈവാധീനത്തോടു കൂടി മുൻപോട്ട് പോകാൻ സഹായകരമാകുന്നതാണ്. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ, അതായത് വ്യാഴം എവിടെയാണ് നിൽക്കുന്നത്, അങ്ങനെ ഗ്രഹനിലയിൽ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉള്ളവർക്ക് എന്റെ വാട്സപ്പ് നമ്പറിൽ ഗ്രഹനിലയുടെ ഫോട്ടോ അയച്ചു തരാം. അതുപോലെ ജനന സമയം കൂടി അയച്ചു തരികയാണെങ്കിൽ അങ്ങനെയുള്ള ആസ്ട്രോളജി റിലേറ്റഡ് ക്ലാരിഫിക്കേഷൻസിന് തീർച്ചയായിട്ടും എന്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് അങ്ങനെ കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ജീവിത പ്രശ്നങ്ങൾക്ക് കബഡി പ്രശ്നത്തിലൂടെ പരിഹാരത്തിന് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാം. അപ്പം വ്യാഴം മാറ്റവുമായി ബന്ധപ്പെട്ട് ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് ഞാൻ പറഞ്ഞത്. ഇടവക്കൂർ നക്ഷത്രക്കാർക്ക് ഓൾമോസ്റ്റ് ഒരു 90% അനുകൂല സ്ഥാനത്ത് തന്നെയാണ് വ്യാഴമാറ്റം. നല്ല രീതിയിലുള്ള ദൈവാധീനമുള്ള സമയം തന്നെയാണ് വരാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇടവക്കൂർ നക്ഷത്രക്കാരുടെ സഹോദരങ്ങൾക്കാണ് ഈ സ്ഥാനം കൂടുതലായിട്ട് ഫേവറബിൾ ആകുന്നത്. ഇത്രയുമാണ് വ്യാഴമാറ്റവുമായി ബന്ധപ്പെട്ട ഇടവക്കൂർ നക്ഷത്രക്കാരുടെ ഫലം. എന്റെ ആസ്ട്രോളജി ചാനൽ MSB4 ആസ്ട്രോ റിസർച്ച് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.